നമ്മുടെ നാട്ടിൽ ഗർഭിണിയാവാന്ന് അറിയുമ്പോൾ ഒരുപാട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ശരിക്കും അവരെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഗർഭിണികളാവുമ്പോൾ അവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം? അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഹിബ സരോവിലെ അശ്വിന ഡോക്ടറാണ്. ഹലോ ഡോക്ടർ. ഹലോ. അപ്പോൾ ഡോക്ടർ അഭിപ്രായത്തിൽ കല്യാണം കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഏതാണ്? ഓക്കെ, മാരേജിന് എന്ന് പറയുന്നത് ഒരു ഐഡിയലായിട്ടൊരു പ്രായം പറയുന്നില്ല. രണ്ടുപേരും എപ്പോഴാണോ അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും കല്യാണത്തിന് റെഡി ആണെന്ന് തോന്നുന്നത്, അതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നതിന്. പിന്നെ അവർക്ക് ഇപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആവണം, നല്ല ഹൈ സാലറി ഉള്ള ജോബ് അക്വയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഡ്രീംസ് ഉള്ളവരാണ്. അപ്പോൾ അവർ ഫിനാൻഷ്യലി എപ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്, അതൊരു ഫാക്ടറാണ്. പിന്നെ ബയോളജിക്കലി നോക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ ഒരു 20 മുതൽ 30 വയസ്സ് വരെയാണ് കല്യാണത്തിന് ഒരു ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ കല്യാണത്തിന് മുൻപ് സ്ത്രീയും പുരുഷനും ടെസ്റ്റുകൾ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ശരിക്കും കല്യാണത്തിന് മുമ്പ് ചില ടെസ്റ്റുകൾ ചെയ്ത് അവരിൽ ന്യൂട്രീഷൻ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ വ്യത്യാസം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് തന്നെ അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നോക്കേണ്ട കാര്യമാണ്. പക്ഷെ പലരും വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും ചെയ്യാൻ അവർ റെഡി ആവില്ല. വിവാഹത്തിന് ശേഷം അവർക്ക് പ്രഗ്നൻ്റ് ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ മാത്രമേ പലരും ഇതുപോലെയുള്ള ഹോർമോണൽ ബുദ്ധിമുട്ടുകളുണ്ടോ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് പലരും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിവാഹത്തിന് മുമ്പ് തന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യാം. അവർക്ക് വിളർച്ചയോ രക്തക്കുറവോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതുപോലെ തൈറോയിഡ് ഇഷ്യൂസോ അതുപോലെയുള്ള എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ആർത്തവ തകരാറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഇതുപോലെ ഇൻഫെർട്ടിലിറ്റിയുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ സെമൻ അനാലിസിസ് പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ഇങ്ങനെ മുമ്പ് തന്നെ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ടെസ്റ്റ് ചെയ്താൽ അവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ കവറപ്പ് ചെയ്യുകയും ഒരു പ്രഗ്നൻസി പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗർഭിണിയാവാൻ പ്രത്യേകിച്ച് പ്രായം കാര്യങ്ങളുണ്ടോ? ഗർഭിണിയാണ് സ്ത്രീകളിലാണെങ്കിൽ ഒരു 30 വയസ്സിന് മുമ്പ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. ഒരു 30 വയസ്സിന് ശേഷം പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഒരുപാട് റിസ്ക്കാണ് 30 വയസ്സിന് ശേഷം. പല ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെ കൺജനിറ്റൽ ഡിഫക്ട്സ് കുട്ടികളിൽ കാണാം. അതുകൊണ്ടും ഒരു 30 അല്ലെങ്കിൽ 35 വയസ്സിന് മുമ്പ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഈ പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഈ ഫുഡ് കാര്യങ്ങളിൽ എന്തെങ്കിലും ശ്രദ്ധ വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായും മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഫേസ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് ന്യൂട്രീഷണൽ നീഡ്സും ശരീരത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ഹീമോഗ്ലോബിൻ അതുപോലെയുള്ള രക്തക്കുറവ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം. അതായത് ചീര, റാഗി, ഡേറ്റ്സ്, ബീട്രൂട്ട് പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. മുട്ട, പാല്, തൈര്, റാഗിയിലും നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് കുട്ടിയുടെ വളർച്ചയിലും ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് ഈ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. കൂടാതെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇതെല്ലാം പ്രഗ്നൻസി ടൈമിലും ഒപ്പം തന്നെ ഡെലിവറി ടൈമിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നന്നായി വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നല്ല വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും കുറേ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതായത് ഒരു പ്രോപ്പറായിട്ട് ഉറങ്ങുക, ഒരു 7-8 മണിക്കൂർ ഉറങ്ങുക. കൃത്യമായിട്ട് ഉറക്കമില്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിന് സാധ്യതയുണ്ട്. നമ്മുടെ അണ്ടോൽപാദനത്തിനൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉറങ്ങുക, നല്ലൊരു ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുക, ടെൻഷൻ കുറയ്ക്കുക, അങ്ങനെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. പ്രഗ്നൻ്റ് ആവാൻ പ്രത്യേക ടൈമുണ്ടോ ബന്ധപ്പെടാനായിട്ട്?
പ്രഗ്നൻസിക്ക് കൂടുതലായിട്ട് ചാൻസ് ഉള്ളത് ഓവുലേഷൻ ടൈമാണ്. ഓവുലേഷൻ ടൈം എന്ന് പറയുമ്പോൾ ഒരു ആർത്തവ ചക്രത്തിൻ്റെ ഒരു 10 മുതൽ 18 ദിവസത്തിനിടക്ക് സംഭവിക്കാം. ഒരു കൃത്യമായിട്ടൊരു സമയം 14th ഡേ എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് എല്ലാവരിലും ആ ദിവസം നടന്നോളണമെന്നില്ല. ഒരു 3-4 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസപ്പെടാം. അപ്പോൾ ഒരു 10 മുതൽ 18 ദിവസം വരെയാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്ത് ഒരു 1-2 ദിവസം ഇടവിട്ട് സെക്സിൽ ഏർപ്പെട്ടാൽ പ്രഗ്നൻസിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ സുരക്ഷിതമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ പറ്റിയ സമയങ്ങൾ ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞല്ലോ, ചാൻസ് കൂടുതലുള്ളത് ഓവുലേഷൻ ടൈമാണ്. അപ്പോൾ ഓവുലേഷൻ ടൈം കഴിഞ്ഞിട്ട് ഒരു ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു 20ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് സെക്സിൽ ഏർപ്പെടാം. അത് സേഫാണെന്ന് പറയുമെങ്കിലും ഒരു 100% നമുക്കൊരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് മെഷർ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഭിണിയാകുമ്പോൾ എടുക്കേണ്ട ഫ്രൂട്ട്സ് കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ വല്ല സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എടുക്കേണ്ടി വരുന്നുണ്ടോ? പ്രഗ്നൻസി ടൈമിൽ മെയിനായിട്ട് എടുക്കേണ്ടത് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് ആണ്. ഇത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ എന്തെങ്കിലും കൺജനിറ്റൽ ഡിഫക്റ്റ്, മുറിച്ചുണ്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത്. അത് കൃത്യമായി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തുടക്കം മുതലേ കഴിച്ചു തുടങ്ങാവുന്നതാണ്. പിന്നെ വിളർച്ച തടയാൻ അല്ലെങ്കിൽ രക്തക്കുറവുണ്ടെങ്കിൽ അയൺ സപ്ലിമെൻറ്റ്സും എടുക്കാവുന്നതാണ്. പിന്നെ വൈറ്റമിൻ ഡി പോലെയുള്ള, അത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും. കാൽഷ്യം കുറവ്, വൈറ്റമിൻ ഡി കുറവ് എല്ലാം കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ കൃത്യമായി വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൂടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയും? മെയിനായിട്ട് പറയുന്നത് പീരീഡ്സ് മിസ്സാകുക. പീരീഡ്സ് മിസ്സായതിൻ്റെ ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം ടെസ്റ്റ് ചെയ്താൽ പ്രഗ്നൻസി കൺഫേം ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം മോർണിംഗ് സിക്നസ്, രാവിലെ എണീക്കുമ്പോൾ അവർക്ക് ഓക്കാനം, ഛർദി, സ്മെല്ലിനോടൊക്കെ കൂടുതൽ സെൻസിറ്റീവായിട്ട് ആ സമയത്ത് തോന്നും. അങ്ങനെ ഓക്കാനം, ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകൾ, അമിതമായിട്ടുള്ള ക്ഷീണം, ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും, അതോടൊപ്പം നമ്മൾ പീരിയഡ്സ് റെഗുലറായിട്ട് ഒരാൾക്ക് പീരിയഡ്സ് വരുന്നത് മിസ്സാവുകയാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രഗ്നൻസി പോസിറ്റീവായ ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രഗ്നൻസി പോസിറ്റീവാണ്, ഇപ്പോൾ പലരും വീട്ടിൽ ഒരു കാർഡ് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ പോസിറ്റീവാണെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യുക. HCG പോലെയുള്ള ടെസ്റ്റുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്ത് പ്രഗ്നൻസി കൺഫേം ചെയ്യുക. പിന്നെ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ അത് മേക്കപ്പ് ചെയ്യുക. അതായത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിന് സാധ്യത ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഓക്കെ, പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ 3-ാം മാസം വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ആദ്യത്തെ 3 മാസം, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ അബോർഷന് നല്ല ചാൻസ് കൂടിയ സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അധികമായിട്ട് വെയിറ്റ് എടുക്കുന്ന ജോലികളൊന്നും ചെയ്യരുത്. വീട്ടിലാണെങ്കിലും പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. കൂടെ നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കൂടെ കഴിക്കണം. പക്ഷേ ഇതോടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ OPയിലൊരു പേഷ്യൻ്റ് വന്നിരുന്നു. അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഫാമിലിയിലായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സ് കാര്യമുണ്ട്. അവർ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ അത് കാരണം അവർക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവർക്ക് പോസിറ്റീവായി. പക്ഷേ ഈ പ്രഗ്നൻസി ടൈമിലും പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ സമയത്ത് അവർ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരുന്നു. ഈ ജോബ് റിലേറ്റഡ് ആയിട്ടും വർക്ക് റിലേറ്റഡ് ആയിട്ടും ഫാമിലി ആണെങ്കിലും പേഴ്സണലായിട്ട് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നു. പക്ഷേ അവർക്ക് പിന്നീട് ജനിച്ച കുട്ടിക്ക് ഓട്ടിസം പോലെയുള്ള മാനസിക വൈകല്യം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സും ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് നല്ലൊരു കാമായിട്ടുള്ള മൈൻഡ് കൂടെ ഈ ഫിസിക്കൽ ഹെൽത്തിനോടുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഗർഭകാലത്ത് സെക്സ് ചെയ്യുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? പ്രഗ്നൻസി ടൈമിൽ മറ്റ് റിസ്ക്കുകളോ കോംപ്ലിക്കേഷനോ ഒന്നും ഇല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടാവുന്നതാണ്. പിന്നെ ഇപ്പോൾ മുമ്പൊരു അബോർഷൻ ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സെക്സ് അവോയ്ഡ് ചെയ്യണം.
അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ നല്ല ഇൻഫെക്ഷന് നല്ല ചാൻസ് ഉള്ള സമയമാണ്. അപ്പോൾ ഹൈജീന് കൂടെ ശ്രദ്ധിക്കണം. ആ ഒരു സമയത്ത് ഹൈജീന് കൂടെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ കോപ്പർട്ടി പെർമനൻറ്റ് ഇംപ്ലാന്റ് ഒക്കെ ഉപയോഗിച്ചാൽ പെർമനൻ്റ് ആയിട്ട് കുട്ടികളുണ്ടാവില്ല എന്നൊരു തോട്ടുണ്ട്. അതിനെപ്പറ്റി എങ്ങനെയാണ്? നമ്മളെ സൊസൈറ്റിയിൽ കണ്ടുവരുന്നൊരു മിത്താണ് കോപ്പർട്ടി ഉപയോഗിച്ചാൽ പിന്നെ നോർമലായിട്ട് പ്രഗ്നൻസി ആവാൻ ചാൻസ് ഇല്ല, പ്രഗ്നൻ്റ് ആവില്ല എന്നുള്ളൊരു മിത്ത് നമ്മളെ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ കോപ്പർട്ടി ഒരു ടെമ്പററി ഡിവൈസ് തന്നെയാണ്. അത് റിമൂവ് ചെയ്താൽ നോർമലായിട്ട് തന്നെ പ്രഗ്നൻസി സാധ്യമാവും. അതേപോലെ ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ലേഡീനെ സംബന്ധിച്ചിടത്തോളം അവർ ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലിയും ഫിസിക്കലി ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഒരുപാട് ഹോർമോണൽ ഇംബാലൻസും അവരുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് അവർ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്. ഈ സമയത്ത് അവർക്ക് മൂഡ് സ്വിങ്സ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാവാം. അപ്പോൾ ആ സമയത്ത് ഒരു ഇമോഷണൽ സപ്പോർട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഇപ്പോൾ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ കൂടെ പോവുക, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കുറേ ക്രേവിങ്സ് ഉണ്ടാവും, ഫുഡ്സ് വാങ്ങിക്കൊടുക്കുക, അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഹസ്ബൻഡിന് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമാണ് ഈ പപ്പായ പൈനാപ്പിൾ കഴിച്ച അബോർഷന് ചാൻസ് ഉണ്ടെന്ന്. അതെങ്ങനെയാണ്? സാധാരണഗതിയിൽ നല്ല പഴുത്ത പൈനാപ്പിളോ അല്ലെങ്കിൽ നല്ല പഴുത്ത പപ്പായ ഒരു ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പച്ച പപ്പായ കഴിക്കരുത്, നല്ല പഴുത്തതായിരിക്കണം. അത് ഒരു ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ പച്ച പപ്പായ കഴിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഒരു കെമിക്കൽ അത് യൂട്രൈൻ കൺട്രാക്ഷന് കാരണമാകും. സോ അതുകൊണ്ടാണ് ഏർലി പ്രഗ്നൻസിയിൽ പപ്പായ അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ അധികം പച്ചയല്ല, പഴുത്തതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അതേപോലെ തന്നെ ഡോക്ടർ റിപ്പീറ്റ് ആയിട്ട് 2-3 വട്ടം അബോർഷനാണ് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ വ്യതിയാനങ്ങളാണ്. തൈറോയിഡ് ഹോർമോൺ പ്രശ്നങ്ങളിലുള്ളവരിലൊക്കെ തുടക്ക മാസങ്ങളിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ കണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടെൻഷനുള്ള സ്ത്രീകളിൽ അവരിലും ഇങ്ങനെ തുടർച്ചയായിട്ട് അബോർഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ പത്തോളജിക്കലി സ്ത്രീകളിൽ അവരുടെ ഗർഭപാത്രത്തിലോ അണ്ഡാശയത്തിലോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡോക്ടറെ ഈ ഗർഭിണികൾ ചെയ്യാൻ പാടാത്ത പരിശോധനകൾ ഏതൊക്കെയാണ്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ? ഗർഭിണികൾ ചെയ്യാൻ പറ്റാത്ത ടെസ്റ്റുകൾ എന്ന് പറയുന്നത് അധികമായിട്ട് റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഇപ്പോൾ CT, എക്സ്റേ പോലെയുള്ള ടെസ്റ്റുകൾ കൂടുതലായിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ പ്രഗ്നൻറ്റ് ലേഡീസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഡോക്ടറെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാരുന്നു, ഒരുപാട് ശ്രമിച്ചിട്ടും കുട്ടികളാകാത്ത കേസുകളുണ്ടാവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടായില്ലേ? ഈ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡ്, PCOD പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രഗ്നൻസി കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കാത്ത അസുഖങ്ങൾ, അണ്ഡാശയമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും അവരിൽ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവും. പിന്നെ പറയുന്നത് ചിലപ്പോൾ ടെസ്റ്റുകളെല്ലാം നോർമലായിരിക്കും, പക്ഷേ അവരിൽ പ്രഗ്നൻസി ആവില്ല. എനിക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് അവരുടെ കുറേ ലൈഫ് സ്റ്റൈൽ കാരണം. ചിലരിൽ വെയിറ്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉറങ്ങാത്തവർ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പലരും രാത്രി ഒരുപാട് നേരം ഉപയോഗിച്ച് റീൽസ് ഒരുപാട് നേരം കണ്ട് കുറച്ച് സമയം മാത്രം നല്ല ലേറ്റായിട്ട് ഉറങ്ങുന്നവരുണ്ട്. ഇവരിൽ കുറേ ഹോർമോൺ ഇംബാലൻസ്, കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് കൂടാം. അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നവരിലും കാണാം. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഉറങ്ങണം. അതുപോലെ തന്നെയാണ് സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സും ഈ ഇൻഫെർട്ടിലിറ്റിക്കൊരു കാരണമാണ്. ഇതെല്ലാം ടെസ്റ്റുകൾ നോർമലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈലിലും കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ നോർമൽ ഡെലിവറി ആണോ നല്ലത്, അതേപോലെ സിസേറിയൻ ആണോ നല്ലത്? മറ്റു കോംപ്ലിക്കേഷൻസോ റിസ്കുകളോ ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ഡെലിവറിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ അതാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അമ്മയ്ക്കാണെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് റിക്കവർ ചെയ്യാൻ
റിക്കവർ ചെയ്യാൻ പറ്റും. അതുപോലെ കുഞ്ഞിനാണെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കാര്യങ്ങൾക്കൊക്കെ നോർമൽ ഡെലിവറി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് ആപത്തായിട്ട് എന്തെങ്കിലും ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ആ സമയത്ത് സിസേറിയനാണ് ഏറ്റവും ബെസ്റ്റ്. ആ സമയത്ത് നോർമൽ ഡെലിവറി വേണമെന്ന് വാശി പിടിക്കാതെ സിസേറിയൻ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ പ്രസവ സമയത്ത് ഹസ്ബൻഡ് കൂടെ ഉണ്ടായുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രസവ സമയത്ത് ശാരീരികമായിട്ട് ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന സമയമാണ് സ്ത്രീകൾ. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ, അത് ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ, സിസ്റ്റർ, അങ്ങനെ ഏതെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ ഈ പെയിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന ഒരു ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് നോർമൽ ഡെലിവറി ഒന്നുകൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി സഹായിക്കും. ഈ ഹസ്ബൻഡാണ് കൂടെയെങ്കിൽ ഇപ്പോൾ ഈ ഭാര്യ ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന, അവർ കാണിക്കുന്ന സ്ട്രഗിൾ, അതുപോലെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഭാര്യയ്ക്കും അവർക്കിടയിലൊരു ഇമോഷണൽ ബോണ്ടിങ് കൂടെ ഇതിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡോക്ടർ, ഉണ്ടാവുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഗർഭിണികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണയായിട്ട് പറയും ആരോഗ്യമുള്ളൊരു അമ്മയിൽ നിന്ന് ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ജനിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അമ്മ ഫിസിക്കലി മെൻ്റലി അമ്മ കുറച്ച് ഹെൽത്തി ആയിരിക്കണം. അതായത് ഇപ്പോൾ മെൻ്റലി പറയുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ അവരുടെ ടെൻഷൻസ് കാര്യങ്ങൾ കുറയ്ക്കുക, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള ഹോബീസിലൊക്കെ അവർക്ക് ചിലർക്ക് വായന ആവാം, മ്യൂസിക് കേൾക്കുക, അതുപോലെ എപ്പോഴും മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കി വെക്കുക. അതോടൊപ്പം തന്നെ നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അയൺ അടങ്ങിയിട്ടുള്ളതും കാൽഷ്യം അടങ്ങിയിട്ടുള്ളതും വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഫുഡ്സൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള അമ്മ വേണമെന്ന്. അപ്പോൾ ആ കാര്യത്തിൽ അമ്മ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ, അത് വീട്ടുകാർ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ഈ അമ്മ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാം. അവർക്ക് പല സ്ത്രീകളും ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സ് കാര്യത്തിൽ, അപ്പോൾ ആ സമയത്ത് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ അവർ കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അയണും അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സുകൾ കഴിക്കുന്നുണ്ട് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഡോക്ടറെ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുന്നുണ്ടോ, അതുകൂടെ ഉറപ്പ് വരുത്താം. അശ്വിന ഡോക്ടർ നമ്മളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ ഡോക്ടറായിട്ട് കൺസൾട്ടേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈനായിട്ടും നേരിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്.